12 വർഷത്തിന് ശേഷം രാജ്യത്തിനായി ആദ്യ മെഡൽ നേടി അവൾ മോദിയെ പോലും കാണാതെ ഓടിയെത്തിയത് സോണിയുടെ വസതിയിലേക്കാണ്, സോണിയുടെ അരികിലേക്കാണ്. തന്റെ മാതാപിതാക്കളോടൊപ്പം സോണിയാഗാന്ധിയെ കാണാനെത്തുമ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്, ഇനിയും രാജ്യത്തിനായി സ്വർണ്ണ മെഡലുകൾ തന്നെ താൻ വാരിക്കൂട്ടുമെന്നാണ് ഷൂട്ടിംഗ് താരം മനു ഭാക്കർ സോണിയോട് ഉറപ്പിച്ചു പറയുന്നത്. കായിക താരങ്ങളെയും തെരുവിൽ പോലീസിന്റെ ആക്രമണത്തിന് ഇരയാക്കിയ മോദി സർക്കാരിനോടുള്ള തീരാത്ത പ്രതിഷേധം ഇന്നും കനക്കുകയാണ്. അതിനിടയ്ക്കാണ് മനു ഭാക്കർ ഷൂട്ടിംഗിൽ ഒരു മെഡൽ നേടിയതിനു ശേഷം സോണിയുടെ അരികിലേക്ക് എത്തുന്നത്. ഇതോടെ ബ്രിഡ്ജ് ഭൂഷൺ കുടപിടിച്ച രാജ്യത്തിന്റെ ഭരണാധിപന്മാർ സ്വയം തല കുനിക്കുന്നതാണ് നല്ലത് എന്നേ പറയാനുള്ളൂ. ഒരിക്കലും രാജ്യത്തിന്റെ യശസ്സും പതാകയും ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിച്ച് കായിക താരങ്ങളോട് രാജ്യം ഇതുപോലെ അനീതി കാണിച്ചിട്ടേയില്ല. എന്നാൽ മോദി ഭരണത്തോടെ കായിക മേഖലയും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരുമൊക്കെ പിന്നെ കണ്ടത് അവരുടെ തൊഴിലിടങ്ങളിലോ പരിശീലന കളരികളിലോ അല്ല, പകരം ഇതേ ഭരണത്തിനെതിരെ പ്രതിഷേധിക്കാൻ തെരുവിലാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ പിന്നെ സോണിയയെ കാണാനേ ഈ രാജ്യത്തെ ജനങ്ങൾ എവിടെ നിന്നും പറന്നു വരും. സോണിയാഗാന്ധിയുടെ ഡൽഹിയിലെ ഭവനമായ ടൺ ജൻപത്തിലെത്തിയാണ് സന്ദർശിച്ചത്. 2 വെങ്കല മെഡലുകൾ നേടിയാണ് മനു ഭാക്കർ രാജ്യത്തിന്റെ പതാക ഉയരപ്പാറിച്ചതും. ബുധനാഴ്ച രാവിലെ 9:30 മനു ഭാക്കറുമായി എയർ ഇന്ത്യ വിമാനം ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. മനുവിന്റെ പിതാവ് രാംകൃഷ്ണൻ, മാതാവ് സുമേധ, പരിശീലകൻ ജസ്പാൽ റാണ, സമീപ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർ, കായിക പ്രേമികൾ തുടങ്ങി 100 കണക്കിന് പേരാണ് വിമാനത്താവളത്തിൽ മനുവിനെ സ്വീകരിക്കാനായി എത്തിയതും. ഇന്ത്യൻ ഷൂട്ടിംഗ് ചരിത്രത്തിൽ ഏറ്റവും മികച്ച താരമാവുകയാണ് തന്റെ ലക്ഷ്യമെന്ന് മനു പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടെ തുടക്കം മാത്രമാണിത്. രാജ്യത്തിന് വേണ്ടിയും സ്പോർട്സിന് വേണ്ടിയും തന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു. ഇനിയും രാജ്യത്തിനായി മെഡലുകൾ നേടാനുള്ള ശ്രമം തുടരുമെന്നും മനു ഭാക്കർ വ്യക്തമാക്കി. ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ 12 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ മെഡൽ നേടുന്നത്. ഇത്തവണ ലഭിച്ച 3 മെഡലുകളും ഷൂട്ടിംഗിലാണ്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാക്കറാണ് ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത്. പിന്നാലെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ മിക്സഡ് ഇനത്തിൽ സരബ്ജോത് സിംഗ് മനു ഭാക്കർ സഖ്യവും വെങ്കല മെഡൽ സ്വന്തമാക്കി. അതിനൊക്കെ ശേഷം സോണിയുടെ അരികിലേക്ക്